നിങ്ങളെവിടേക്ക് ഓടുന്നത്? ഞങ്ങൾ സഫാ മറുവൻ്റെ ഇടയില്ല, സഫായിൽ നിന്ന് മറുവായിലേക്കും മറുവായിൽ നിന്ന് സഫായിലേക്കും. അമ്മയടുത്ത് ഞങ്ങളുടെ വായന കഴിച്ചു. ഞങ്ങൾ നിലക്കൽ മുതൽ പമ്പ വരെ, പമ്പ മുതൽ നിലക്കൽ വരെ. അപകടകരമായ അവസ്ഥ ഉണ്ടായി. മതരംഗത്തേക്ക് കാര്യം മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യ രക്തം. കഠാര നെഞ്ചിലിറക്കുമ്പോ, കഠോര വേദന വിങ്ങുമ്പോ അയ്യോ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് വിളിക്കാതെ, ഓംകാരം മുഴക്കാതെ, ലാ ഇലാഹ പാടാതെ ഇൻഖിലാബ് വിളിച്ചവരെ കണ്ടോ. ഭയങ്കര ദർജയുള്ള കലിമത്താണ്. നമ്മൾ വിചാരിച്ച പോലല്ല. ഇവർക്കൊരു ചാൻസ് കിട്ടി നോക്കണം. പശ്ചിമ ബംഗാളിൽ ബാങ്ക് വിളി നിരോധിച്ചു. എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാക്കി അവിടെ. കേരളത്തിൽ ചാൻസ് ഇട്ടായിട്ടല്ലേ നമ്മളിവിടൊക്കെ ഉള്ള ഇവരൊക്കെ ഇങ്ങനെ വോട്ട് ചോദിച്ച് വരുമ്പോൾ നമുക്ക് തോന്നുന്നത് അല്ല, മാർക്സിസ്റ്റ് പാർട്ടി ഒരു നിലക്കും സഹായിക്കരുത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ജാതി മാറിയ കല്യാണങ്ങൾക്ക് സ്വന്തം രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നില്ല. അത് ഹിന്ദു ആണെങ്കിൽ മുസ്ലിമിന്റെ കൂടെ പോയാലും, മുസ്ലിം ആണെങ്കിൽ ഹിന്ദുവിന്റെ കൂടെ പോയാലും ഒക്കെ അവനാന്റെ മതം അതിപ്രധാനമാണ്. നമുക്ക് ദുആ ചെയ്യാം, നമ്മളെ മക്കളൊക്കെ നമുക്ക് കല്യാണത്തിന് കിട്ടട്ടെ, നമ്മുടെ ഷിയാറുകളും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിൽ ധാരാളം കല്യാണം. എൻ്റെ ജലീലൊക്കെ ചുവന്ന മാല മഹറായിട്ട് എടുത്തു കൊടുക്കുക. അവിടെ നിക്കാഹില്ല, പൂജാരി നിറവറ നിലവിളക്ക് ഹൈന്ദവരുടേതില്ല. ഈജാബ് കബൂൽ സബ്ബജത്തുക അങ്കഹിത്തുക നീതിമാന്മാരായ സാക്ഷികളില്ല. ഇൻഗ്ലാബ് സിന്ദാബാദ് മൂന്നട്ട ലേലാണ്ട് ഉറപ്പിച്ചു. അതെന്നെ കല്യാണം. ഇതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വെറും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമൊന്നല്ല, താൻ തോന്നിയായിട്ട് ഈ രാജ്യത്തെ ഒരുപാട് കാതലായ ആശയങ്ങളെ കൊന്നുതള്ളിയ ഈ പൂതലായ കമ്മ്യൂണിസം പല കോലത്തിനും വരും നമ്മുടെ അടുത്തേക്ക്. ഏതു പരമാവധി ഉണ്ടാക്കി കൊടുത്തു. കണ്ടില്ലെങ്കിലോ ഏതു CAA NRC റാലി നടക്കുമ്പോൾ നമ്മൾ മുദ്രാവാക്യം വിളിച്ചു, ഖൂലു തക്ബീർ തുടങ്ങി. കൊടിയേരി പറഞ്ഞു അത് നല്ല ശബ്ദമല്ല. അപ്പോഴാണ് പിണറായി നിയമസഭയിൽ പറഞ്ഞത്, CAA NRC റാലിയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഇത് കേട്ട് മോഡി ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞു, കേരള കെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കഹ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, CAA NRC റാലി മേ ആതങ്കവാദി ഹേ, CAA NRC റാലിയിൽ ഭീകരവാദികളുണ്ട്. ഏതുണ്ടാക്കി. രണ്ടാമത്തെ ഏതു നമ്മൾ അച്യുതാനന്ദൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ മുസ്ലിം ചെറുപ്പക്കാര് മറ്റു സമുദായത്തിലെ പെൺകുട്ടികളെ ലൈനടിച്ച് കല്യാണം കഴിച്ച് മക്കളെ ജനിപ്പിച്ച് ഇങ്ങനെ പോയാൽ ഒരു 2025, 30, 35 ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ഇത് കേട്ടേക്ക് യോഗി ആദിത്യനാഥ് UP നിയമസഭയിൽ പറഞ്ഞു, കേരള കെ മാർക്സ്വാദി സാമ്യവാദി മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദനെ കഹ. അങ്ങനെ ഒരു കഹ ഉണ്ടായി. കേരള മേ ലവ് ജിഹാദ് ഏതുണ്ടാക്കി കൊടുത്തു. എളമരം കരീം. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് എഡ്യൂക്കേഷൻ മോട്ടിവേഷൻ നടത്തുന്ന സിജി ട്രെൻഡ്, അതുപോലെ മുജാഹിദ് വിഭാഗത്തിന്റെ, അതുപോലെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംഘടന, ത്വരീഖത്തേരുണ്ട്, തബ്ലീഗുകാരുണ്ട്. ഇവരൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് അവരുടേതായ കോലത്തിൽ മോട്ടിവേഷൻ നടത്തുന്നു. എളമരം കരീം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അത് ഇവിടെ ലോക്സഭയിൽ. കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ഭീകരവാദത്തിന്റെ ഏജൻസികളായി പ്രവർത്തിക്കാൻ റിക്രൂട്ട് ചെയ്യുന്നു എളമരം കരീം. അതിനുശേഷം നമ്മുടെ കുട്ടികൾക്ക് ഈ മെഡിക്കൽ എൻട്രൻസ് പോലത്തെ സംവിധാനത്തിന് ചെക്കപ്പ് അങ്ങ് കുറച്ച് കൂടി. സകല ഏതുണ്ടാക്കി കൊടുക്കും, സകല ഏർപ്പാട് നടത്തും. എന്നിട്ട് നമ്മളോട് പറയും നിങ്ങളാണ് മതം ഉപയോഗിക്കുന്നത്. മദ്രസ അങ്ങോട്ട് എത്തൂല. അപ്പൊ തൊട്ടടുത്ത വീടുകളിൽ ഇപ്പൊ എവിടെ കേസുണ്ട് നടന്നാലും അടുത്ത CCTV പരിശോധിക്കും. CCTV ചെക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഒരു വിനു എന്ന് പറഞ്ഞ ചങ്ങാതി ഈ ഫ്ലക്സ് ബോർഡ് ഇളക്കി പറിച്ചെടുത്തിട്ട് വിനു എന്ന് പറയുന്ന ഈ സഖാവ് ഇപ്പൊ നേരെ മദ്രസയുടെ ബാക്കിൽ കൊണ്ടുവച്ചു. എങ്ങനെ രാജ്യത്ത് സ്പർദ്ധ, കലാപം, പ്രശ്നം, വർഗീയത സൃഷ്ടിക്കാൻ സാധിക്കും, അതിനനുസരിച്ച് എല്ലാ ഏർപ്പാടും ചെയ്യും. അതാണല്ലോ മലപ്പുറത്തുകാര് കോപ്പി അടിച്ച് പാസ്സാകുന്നു. പറഞ്ഞത് അച്യുതാനന്ദൻ.
മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയം. കടകംപള്ളി സുരേന്ദ്രൻ. മലപ്പുറത്താണ് സ്വർണ്ണക്കടത്ത് കൂടുതൽ. ആര്? പിണറായി. മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ അധികവും മുസ്ലിങ്ങൾ. KT ജലീൽ. മലപ്പുറത്ത് ഞങ്ങളുണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം മലപ്പുറത്തെ പെൺകുട്ടികളെ തട്ടം മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള നേട്ടമാണ്. സഖാവ് അനിൽകുമാർ. ഈ പാർട്ടി എന്തെടുക്കുകയാണ്? എന്താ അവരുടെ പണി? നിങ്ങൾക്ക് വേറെന്തെല്ലാം പെൻഷൻ, റോഡ്, തോട്, കടവ്. ഈ മലപ്പുറത്ത് ഇങ്ങനെ വേട്ടയാടി എന്ത് കിട്ടാനാ? ഇത് മറ്റൊടത്ത് കണ്ടെത്തും. നിങ്ങൾ ഏതുണ്ടാക്കി കൊടുത്തതാണ്? ഞാൻ അച്യുതാനന്ദൻ പറഞ്ഞ ലവ് ജിഹാദ് യോഗി ആദിത്യനാഥ് പറഞ്ഞു. CA NRC റാലിയിൽ കേരി എന്ന് പറഞ്ഞത് അങ്ങോട്ട് കൊടുത്തു. ഇളമരം കരീമ് പറഞ്ഞ ഭീകരവാദത്തേക്ക് കുട്ടികളെ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. ഒരു ചാൻസ് കിട്ടാൻ കാത്തിക്കുക BJP. ഇഷ്ടമില്ലാത്തവരെ കൂട്ടിലടക്കാൻ. MM അക്ബറിനെ, അതുപോലെയുള്ള ആളുകളെ, എത്ര ആളുകൾ എന്തെല്ലാം കോലത്തിൽ ഈ ഗവൺമെന്റും വേട്ടയാടി, കേന്ദ്രവും വേട്ടയാടി. കടുത്ത പ്രതിസന്ധിയിൽ അങ്ങനെ ആ വൈക്ക് അങ്ങനെ. എന്നാൽ ജനങ്ങൾക്ക് ജീവിതത്തിന് വല്ല റാഹത്തുണ്ടോ? തൊടുന്നതൊക്കെ പ്രതിസന്ധി. എല്ലാം 5 തവണയാണ് കറണ്ട് ചാർജ് കൂട്ടിയത്. വീട്ടു നികുതി വേറെ. അടച്ചിട്ട പേരക്ക് നികുതിയുള്ള ഏക സ്റ്റേറ്റ് കേരളം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ബ്രെഡില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാലില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ല ഓപ്പറേഷൻ ചെയ്യാൻ. കാരണം ആദ്യം കൊടുന്ന് ഇറക്കിയ ഉപകരണത്തിന്റെ പൈസ കൊടുത്തിട്ടില്ല. ആകെ ഒരു 3-4 കത്തിരി ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ഏതോ പമ്പർന്നോളെ പള്ളന്റെ ഉള്ളിലേക്ക് അതും കൂട്ടി. ഈ ഗവൺമെന്റ് ആകെ ഇങ്ങനെ ജനങ്ങൾക്കുള്ള ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യുന്നില്ല. എന്നിട്ടിപ്പോ പറയുന്നത് എന്താ അറിയോ? CM വിത്ത് മീ. ആര്? പിണറായി. പിണറായി നമ്മളെ കൂടെ ചീഫ് മിനിസ്റ്റർ. ആരെ കൂടെ? ഒരു സെൽഫി എടുക്കാൻ ചെന്ന കൈക്ക് തട്ടുക. ഇയാളുടെ അടുത്തേക്ക് ഒരു നിവേദനമായിട്ട് ചെന്ന കടക്ക് പുറത്തുനിന്ന് പറയാ. CPIയുടെ ഓഫീസിൽ മിസ്റ്റർ വെളിയം, ഇത് നിങ്ങളുടെ പാർട്ടി ഓഫീസായി പോയി, അല്ലെങ്കിൽ വിവരം അറിയായിരുന്നു എന്ന് പറയാ. നികൃഷ്ട ജീവി എന്ന് പറയാ ക്രിസ്തീയ പാതിരിയോട്. NK പ്രേമചന്ദ്രനോട് പരനാറി എന്ന് പറയാ. ഇങ്ങനെ ഒരു സ്വഭാവം കാണിച്ചൊരു മുഖ്യമന്ത്രിമാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ മനം കവർന്ന ഒരുപാട് മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ മാനം കവർന്നൊരു മുഖ്യമന്ത്രിയായി പിണറായി മാറി. ഇയാളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? ചെല്ലാൻ പറ്റൂല. ഇതിനാണ് നവകേരള ബസ്. എന്നിട്ട് നമ്മളോട് എന്താ ഇവിടുത്തെ മാർഷത്തേര് പറഞ്ഞിരുന്നത്? ഇതുവരെ പരിഹരിക്കാത്ത എല്ലാ കേസും പരിഹരിക്കാം. തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഒരു പെമ്പറന്നോൾ പരാതി കൊടുത്തു. സാർ, എനിക്ക് 4 പെൺകുട്ടികളാണ്. പാടവരമ്പത്താണ് എൻ്റെ വീട്. കടുത്ത പട്ടിണിയിലും പ്രതിസന്ധിയിലും ആയത് കാരണം എനിക്ക് BPL ആയി കിട്ടാൻ വേണ്ടത് ചെയ്യണം. അപ്പൊ ഈ സ്ത്രീ തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി കൊടുത്ത് മടുത്തിട്ടാണ് ഈ പിണറായി വിജയന് പരാതി കൊടുത്തത്. എന്നിട്ട് ഇവൾക്ക് മറുപടി വന്ന എന്താണെന്നറിയോ? നിങ്ങളുടെ പരാതി സ്വീകരിച്ചു, 17004 പരാതി നമ്പർ. ഇത് സംബന്ധിച്ച് കൂടുതൽ തീർപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങൾ തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടുക. അപ്പൊ ആദ്യം അവർക്ക് പോയി മടുത്തിട്ടാണ് ഈ കൊടുത്തത്. പിന്നെ ഇപ്പം പറഞ്ഞോളാം ആണ്ടെന്നെ പറഞ്ഞത്. ചങ്ങരംകുളത്തെത്തി യാത്ര പിണറായിയുടെ ഈ ബസ്. അപ്പോ അവിടെ ഒരു ശ്രീധരേട്ടൻ പരാതി കൊടുത്തു. വട്ടംകുളം പഞ്ചായത്ത് പാടത്താ വരാ സാർ, നമ്പർ ഇട്ട് കിട്ടിയിട്ടില്ല. സെക്രട്ടറിയുടെ അടുത്ത് നടന്ന് ചെരുപ്പ് തെളിഞ്ഞു എന്ന് അയാളെ എഴുതിക്കുക. എന്നിട്ട് പത്രങ്ങളിൽ എഴുതി. മുഖ്യമന്ത്രിയുടെ മറുപടി വന്നു, താങ്കളുടെ പരാതി കിട്ടിപ്പോരിച്ചു മിസ്റ്റർ ശ്രീധരൻ. താങ്കൾ ഇത് സംബന്ധിച്ച കൂടുതൽ തീർപ്പിനായി വട്ടംകുളം പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെടുക. അപ്പൊ അവിടെ പോയി ചെരുപ്പ് തെളിഞ്ഞതിൽ എഴുതിയിരിക്കുന്നു. ഇനി പുതിയ ചെരുപ്പിട്ടിട്ട് ഞാൻ അവിടെ തന്നെയാണ് പോണത്. അത് ഏതുപോലെ എൻ്റെ നാട്ടിലെ കാളിയടത്തി ഏത് നേരം പള്ള കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുമ്പോഴും വയറ്റത്താ കൈ. അപ്പോൾ ഒരു ദിവസം ബസ്സിലിരുന്ന് ഇങ്ങനെ ഒയ്യനുണ്ടപ്പോൾ ഒപ്പം ഉള്ളൊരു പമ്പടുന്നോളൂ ചോദിച്ചു, എന്താ അമ്മേ പ്രശ്നം? ഒന്നുമല്ല, ഇവിടെ ഒരു വേലായുധൻ ഡോക്ടർ ഉണ്ട്, പൈസ കുഴിച്ചിടുക എന്നല്ലാതെ ഒരു കാര്യലാഭമില്ല. എത്ര കാലമായി കാണിക്കണേ അറിയാം, ഒരു മെച്ചം കിട്ടേണ്ട മോളെ, ഇത് എന്താണിത് സഹിക്കാൻ വയ്യല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇവിടെ വെച്ച് കളിക്കണ്ട, കോഴിക്കോടുണ്ട് വയറിൻ്റെ നല്ലൊരു സ്പെഷ്യലിസ്റ്റ്. നമ്പർ ഉണ്ടോ ചോദിച്ചു. നമ്പർ കൊടുത്തു. ആ നമ്പർ കോന്തലമ്മ കെട്ടി പെരയിൽ പോയി. ഡോക്ടർക്ക് വിളിച്ചു. പേരക്കുട്ടി പുതിയ മൊബൈലിനാണ് വിളിച്ചു. പറഞ്ഞു നിങ്ങൾ ഗൂഗിൾ പേ വഴി ഒരു 500 അയച്ചാൽ ടോക്കൺ ബുക്ക് ചെയ്യാൻ. 500 റുപ്യ അയച്ചു കൊടുത്തു. ടോക്കൺ നമ്പർ 9 ചൊവ്വാഴ്ച 10 മണി സമയം കൊടുത്തു. കാളിയടത്തി എന്ത് നേറിയ ബസ്സിന് പോകാൻ സാധുവിന് വയ്യ. 3000 റുപ്യക്ക് നാട്ടിൽ നിന്ന് ഒരു കാറും വിളിച്ചിട്ട് പോയി കോഴിക്കോട്ടേക്ക്. 500 റുപ്യ ഇതിനായി 3000 ഇതിനുമായി.
എന്നിട്ട് നേരെ അവിടെ ചെന്ന് ഇറങ്ങി കാർ അവിടെ നിർത്തി ക്ലിനിക്ക് ഇതേപോലെ ഒരു സ്ഥലമാണ് കയറി സിസ്റ്ററോട് ചോദിച്ചു, മോളെ ഞാൻ എപ്പോഴാണ് കയറേണ്ടത്, നിങ്ങൾ എത്ര ടോക്കൺ? മൊബൈൽ കാണിച്ചു കൊടുത്തു, പേരക്കുട്ടി ടോക്കൺ നമ്പർ 9. ഇപ്പോൾ 7 കഴിഞ്ഞത്, അടുത്തതിൻ്റെ അടുത്ത് നിങ്ങളാണ്. 8 കഴിഞ്ഞപ്പോൾ വിളിച്ച് സിസ്റ്റർ മേലെ വീട്ടിൽ കാളി നേരാണ്ട് അകത്തേക്ക് എന്നപ്പോൾ ഇതേ വേലായുധം തന്നെ അവിടെ. എന്താ ശനി ഞായർ ഇവിടെയും തിങ്കൾ ചൊവ്വ കോഴിക്കോടുമാണ്. അതന്നെ ഇതേ പിണറായി തന്നെ അവിടെ. പിന്നെ എന്ത് കാര്യമുണ്ട് ഇതിൽ? ജനങ്ങളെ ഒരു കാര്യം നടക്കുന്നില്ല. എല്ലാത്ത വണ്ടി മലി മുഴുവൻ ഉണ്ടാക്കി വെച്ചു. നല്ലപോലെ പഞ്ചായത്ത്, ഞാൻ കുറ്റിപ്പുറത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്നു. പഞ്ചായത്ത് മെമ്പർമാർ ആ വീട് പാസ്സായി 72 വീട് എടുത്ത് ഞാൻ മെമ്പറായി കാണുന്നത്. എന്ത് സന്തോഷപ്പം ആ വീടൊക്കെ കാണും. അതിൻ്റെ പാലേസലിനൊക്കെ നമ്മളെ വിളിക്കും. അതിൻ്റെ ഗഡുണ്ട് പാസ്സായ നമ്മളിതുപോലെ നടന്നു പോകുമ്പോൾ കളി നടത്തിയ പാസ്സായി കിട്ടാ, നെല്ലി നടത്തിയ അടുത്ത ഗഡു നാളെ ഇട്ടാ, ചെക്കിന് മറ്റന്നാ വരണട്ട. അവർ റാഹത്തായിരുന്നു ആ യാത്ര. ഇപ്പം എന്താ ഇയാൾ ചെയ്തത്? ഈ ഫോറം മുഴുവൻ കൊണ്ടുപോയി തിരുവനന്തപുരത്തേക്ക് ഗ്രാമസഭ മാർക്കറ്റിൽ നിന്ന് അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് അപേക്ഷാ ഫോറൊക്കെ മൂപ്പേരിലേക്ക് അല്ലാണ്ട് കൊണ്ടുപോയി. എന്നിട്ട് പേരിട്ട് ലൈഫ് എന്നാൽ ജീവിതം, ജീവിതത്തിൽ അതിപ്രധാനമാണ് ഒരു പെര. അത് കൊളാക്കിയ പദ്ധതിക്ക് ലൈഫ് എന്ന് പേര്. ഏതുപോലെ ഒരു പണത്തൂക്കം പൊന്ന് മേത്തില്ലാത്ത ഒരു പെണ്ണൊരുത്തി പൊന്നമ്മ എന്ന് പേരിട്ടതുപോലെ അത് കൊളാക്കി. ഇല്ലാത്ത കുരുക്കുണ്ടാക്കി. അതിന് എന്താ കുരുക്ക്? വീടിന് സ്ഥലം ഉണ്ടെങ്കിൽ പെര കിട്ടിയിരുന്നു ഉമ്മൻചാണ്ടിയുള്ള സമയത്ത്. ഇയാളെന്താ ചെയ്തത്? അപേക്ഷാ ഫോറത്തിന്റെ കൂടെ റേഷൻ കാർഡിന്റെ കോപ്പി വെച്ചവർക്കേ വീടുള്ളൂ എന്ന് തീരുമാനിച്ചു. റേഷൻ കാർഡിന്റെ കോപ്പി ഇട്ടണമെങ്കിൽ എന്ത് വേണം? വീട്ടമ്പർ ഇട്ടണമെങ്കിലോ വീട് വേണോ? പിന്നെന്തിനാ ഈ ഫോറം? അപ്പൊ വന്നൊരാൾ ചോദിക്കണക്ക് എന്റെ പെരേരാഞ്ഞ് റേഷൻ കാർഡിന്റെ കോപ്പിയൊക്കെ ആയിട്ട്, എന്റെ കോപ്പിയൊക്കെ ആഞ്ഞ് അത് റേഷൻ കാർഡില്ലായിട്ട്, അവന്റെ റേഷൻ കാർഡില്ലാഞ്ഞ്, വീട്ടമ്പറില്ലായിട്ട്, അവന്റെ വീട്ടമ്പറില്ലാഞ്ഞ്, അത് വീടില്ലായിട്ട് തന്നെ അതാളപ്പനായി വന്നത്. അപ്പോൾ ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഒരു ചെക്കനോട് ചോദിച്ചു, മാഷ് എന്താടാ ഹോംവർക്ക് ചെയ്യാൻ? കറണ്ടില്ലായിട്ട്. കറണ്ടൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പ് ഈ ഹോംവർക്ക് ഇല്ലേ? മെഴുകുതിരിയൊന്നുമില്ലേ പെരയില്ലേ? തീപ്പെട്ടിയൊന്നുമില്ലേ? എന്തായിരുന്നു സാർ? അത് പൂജാമുറിയിലായിരുന്നു. കയറി എടുത്ത് എഴുതടാ. പൂജാമുറിക്ക് കയറണമെങ്കിൽ കുളിക്കണോ? അമ്മയ്ക്കൂലായിരുന്നു. കുളിക്കടാ. അതിന് കോപ്പേറ്റ് കോരിയപ്പോ ബക്കറ്റിൽ വെള്ളമില്ല സാർ. അപ്പൊ ടാപ്പ് തുറക്കട, എന്നാലല്ലേ വെള്ളം ചാടാൻ. ടാപ്പ് തുറക്കാൻ ടാങ്കിലില്ലായിട്ടാ സാറേ. എടാ ടാങ്കിലുണ്ടാണെങ്കിൽ ഇവിടുത്തെ മോട്ടറിന്ന് അടിക്കണ്ടേ? ചെക്കൻ പറഞ്ഞ അതല്ലേ മരപ്പോത്തെ ഞാൻ ആദ്യം പറഞ്ഞ് കറണ്ട് ഉണ്ടായിരുന്നില്ലാന്ന്. അതന്നെ സംഭവം. ഇതെന്തു പാർട്ടി, ഇതെന്ത് സംവിധാനം? ഇല്ലാത്ത കുരുക്ക് മുഴുവണ്ടാക്കി. നമ്മൾ മര്യാദക്ക് പെൻഷൻ കൊടുത്തിരുന്നു. അങ്ങനെ താനൂരിലെ നഫീസ ജനസമ്പർക്ക പരിപാടിയിൽ മലപ്പുറത്ത് പരാതി കൊടുത്തു. സാറേ, 4 പെൺകുട്ടികളുടെ മാതാവായ എനിക്ക് ഭർത്താവ് ഉപേക്ഷിച്ചു പോയത് കൊണ്ട് കടുത്ത പ്രയാസം. അയാൾ ജീവിച്ചിരിക്കുന്നോ ഇല്ലേന്ന് അറിയില്ല. 14 കൊല്ലമായി അയാൾ ഞാനും വേർപിരിഞ്ഞിട്ട്. എനിക്ക് വിധവാ പെൻഷൻ അപേക്ഷിക്കണമെങ്കിൽ അയാൾ മരിച്ചോ ഇല്ലേ എന്നറിയാത്തത് കൊണ്ട് സമാനമായ ഒരു ആനുകൂല്യം നൽകി എന്നെ സഹായിക്കണം എന്ന് നഫീസ താനൂർ, പുതിയ കടപ്പുറം സ്വദേശിയായ നഫീസാന്റെ ഈ പരാതി സ്വീകരിച്ചിട്ട് ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി ചർച്ച നടത്തിയിട്ട് പറഞ്ഞ്, ഭർത്താവ് മരിച്ചോ ഇല്ലേന്ന് അറിയാതെ കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് പെൺകുട്ടികളേറ്റ് മാത്രം കഴിയുന്ന പെണ്ണുങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ തീരുമാനിച്ച് ഒരു പെൻഷൻ പാസ്സാക്കി. ഈ ഉപകാരമില്ലാത്ത സകല പുതിയാപ്പിളാരും മരിച്ചേ കണ്ട് വരവെച്ചു ഉമ്മൻചാണ്ടി. ആ പെമ്പറന്നോളടക്കമുള്ളവർ ഒരുപാട് ആളുകൾ അവളെ പരാതി കാരണം കിട്ടി ഈ ഉപകാരം. ഈ പിണറായി വന്നപ്പോൾ ആദ്യം തന്നെ ചെയ്ത പണി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത എല്ലാ അപേക്ഷയും മാറ്റിവെച്ചു. 2, ഭർത്താവ് മരിച്ച ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള പെണ്ണുങ്ങൾക്ക് ഒരു പുതിയ കുരുക്ക് ഉണ്ടാക്കി. എന്താ കുരുക്ക്? പഞ്ചായത്തിലെ ആൾക്കാരില്ലേ ഇവിടെ? എന്താ കുരുക്ക് അറിയാം? പുനർവിവാഹം നടന്നിട്ടില്ല എന്നൊരു സാക്ഷ്യപത്രം കൂടി വെക്കണം. 2ാമത് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ നാട്ടിലെ പാത്തേണ്ടിയാത്ത 72 വയസ്സാണ്. തള്ള മയൽ സെക്രട്ടറി എടുത്ത് വന്നിട്ട് തലയും ചൊറിഞ്ഞ് നിൽക്കുകയാണ്. ഇന്ത്യ തള്ള ഒന്നുമല്ല, എന്നെ കെട്ടിച്ചിട്ടില്ല എന്നൊന്ന് എഴുതി തരുമെന്ന്. അല്ല, നമ്മൾ എഴുതി കൊടുത്ത പേപ്പറിൽ സീലില്ലായിട്ട് കണ്ടെന്നെ വന്ന് തള്ള ചൂടായിട്ട്. അപ്പൊ ചെന്നപ്പോൾ സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെ വരുമാനം ഉണ്ട് നമുക്ക് തരണം. അതിന് വില്ലേജിൽ പോയിട്ടൊരു വരുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ്. നടന്ന് മടുത്തിട്ട് ആ തള്ള കുറ്റിപ്പുറം പഞ്ചായത്ത് ഓഫീസിന്റെ തിണ്ടുമ്പിരുന്ന് പറയാണ്, പൊന്നാര മക്കളെ ഇടങ്ങറിന്റെ കൊടിയായി. ഇതുവരെ വാങ്ങിയ പൈസയായിരുന്നു, 3-4 മാസമായി ഇതില്ല എന്ന് പറഞ്ഞാൽ അയാൾക്കാ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിനേക്കായി നല്ലതൊരു പുതിയാപ്പിളുടെ ഒപ്പം പോവുകയായിരുന്നു. ഇത്ര പണി ഉണ്ടായിരുന്നില്ല.
ആ തള്ളക്ക് തോന്നിക്കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഈ നാടിന്റെ നന്മകളെ മുച്ചൂട് നശിപ്പിച്ചു. ഇല്ലാത്ത കുരുക്കുകൾ മുഴുവണ്ടാക്കി. ഈ അപകടകരമായ സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ വന്നാൽ, ഇനിയും തുടർന്നാൽ എല്ലാം പോയിപ്പോവും. ചികിത്സാ സഹായം നിലച്ചു. പിണറായിയുടെ ഭാര്യ ചികിത്സാ സഹായം എഴുതിയെടുത്ത് 75 ലക്ഷം. റാങ്ക് ലിസ്റ്റിൽ പേരുള്ള കുട്ടികൾക്ക് ജോലിയില്ല. എന്നാൽ ജോലി ചെയ്യാതെ പിണറായിയുടെ മോൾക്ക് ശമ്പളമുണ്ട്, മാസപ്പടി. പിണറായിക്ക് കോടികളുടെ വരുമാനം. ഇതെല്ലാം നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇയാളുടെ വാട്സപ്പ് കൈകാര്യം ചെയ്യാൻ മാസത്തിൽ 45 ലക്ഷം. ഇത് ഡൗൺലോഡാക്കാൻ ഒരാൾക്ക്. ഇതാ പുതിയ കാറ് വീണ്ടും കൊടുത്തിരിക്കുന്നു. പലരെ പെൻഷൻ ഇപ്പൊ തടഞ്ഞു നിർത്തിക്കണം. എന്താ കാരണം? കാർ പോർച്ചിൽ 4 ഏക്കറുള്ള കാറുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാലോ ധാരാളം കാറുള്ള പിണറായി ഇപ്പൊ ഈ പ്രതിസന്ധിയിൽ അതാ 1,10,00,000 പുതിയ കാറ് വാങ്ങിയിരിക്കുന്നു. നമ്മളിനി ഒരു ദുരിതം വരരുതേന്നാ നമ്മൾ ആഗ്രഹം. ഒരു നിപ്പ, ഒരു കൊറോണ, ഒരു വെള്ളപ്പൊക്കം. പിണറായി ദ്വാരക്കാണ് ഒരു ദുരിതം വരണേന്ന്. എന്താ കാരണം? ദുരിതം വന്നാൽ ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കാം. ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കിയാൽ ദുരിതം ഞമ്മക്കും ആശ്വാസം ഈ ചങ്ങായിക്കാണ്. ദുരിതാശ്വാസ ഫണ്ടെന്ന് വകമാറ്റി ചെലവഴിച്ചതിന് ലോകായുക്ത ഇയാളോട് വിശദീകരണം ചോദിച്ചിരിക്കുക. ജനങ്ങളെ ഇയാൾ കഷ്ടപ്പെടുത്തിയോണ്ട് ഇപ്പൊ പാർട്ടിക്കാർക്ക് ഇയാളെ വെറുപ്പായി. അതുകൊണ്ട് ഇയാൾ വരണോടത്തൊന്നും ആളില്ല. വരണോടത്തൊക്കെ ഒഴിഞ്ഞ കസേരയാണ്. പക്ഷെ ദേശാഭിമാനിയിൽ എഴുതുന്നത് അങ്ങനെയല്ല, ആളുകൾ നിറഞ്ഞു കവിഞ്ഞു. അതുപോലെ പിണറായി വരുന്ന വഴിയോരങ്ങളിൽ സഹോദരിമാർ കൈക്കുഞ്ഞുങ്ങളുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ മനസ്സിലായത് അന്ന് പോളിയോ കൊടുക്കുന്ന ദിവസമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പൊന്നുമക്കളെ, നമ്മൾ വിചാരിച്ച പോലൊന്നല്ല. ഈ ഭരണത്തിന് അറുതി വേണം, അവിടെ കേന്ദ്രം തീരണം. നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, തഹജ്ജുദ് നിസ്കരിച്ച് തേടണം. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നബിയേ, താങ്കൾ പറയുക, ദുആ ഇല്ലെങ്കിൽ നിങ്ങളെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയേ ഇല്ല എന്നാണ്. വെറും ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടന്നാൽ പോരാ, കത്തും കൊടുത്ത് നടന്നാൽ പോരാ, പ്രാർത്ഥിക്കണം. നമുക്ക് ചിലപ്പോൾ ലക്കി അടിച്ചുകൂടായില്ല. ഇപ്പൊ കേന്ദ്രത്തിലെ ഈ ഭരണം അവസാനിക്കഴിഞ്ഞ് കാലം കുറെ എടുക്കണം. പിണറായി ഇത് കഴിയാപ്പതാ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. 6 മാസം കഴിഞ്ഞാൽ ഇവിടെ തെരഞ്ഞെടുപ്പാണ്. അവിടെ ഇനി കാത്തിക്കണം. പക്ഷെ ദോർന്നോളി മക്കളെ, ചിലപ്പോൾ ഒസാത്തി പറഞ്ഞാൽ രണ്ടോടത്തായി കിട്ടിയാൽ, എൻ്റെ രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയായിട്ട് വിളിച്ചാൽ ഒരു പക്ഷേ നമുക്ക് നല്ല രക്ഷ ഉണ്ടാവും. എല്ലാ കുടുംബവും കടുത്ത പ്രതിസന്ധിയിലാണ്. ഇയാൾക്ക് രക്ഷയുണ്ട്, ഭാര്യയ്ക്ക് രക്ഷ, ഇയാൾക്ക് നീന്തൽക്കുളം, ഇയാൾക്ക് പശുവിൻ്റെ തൊഴുത്ത്, ഇയാൾക്ക് നല്ല ശമ്പളം, മരുവന് സുഖം, എല്ലാവർക്കും സുഖം. നമ്മൾ മാത്രമേ കഷ്ടപ്പാട്. അപ്പോഴാണ് AI ക്യാമറ വിവാദം പിടിച്ചപ്പോൾ അതിൻ്റെ പ്രതി ആരാന്നറിയോ? ഇയാളെ ചെക്കൻ്റെ അമ്മോസൻ കോടിക്കണക്കിന് റുപ്യ അയാൾ തട്ടിയെടുത്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളും കഴിച്ചിലാകാൻ ഇപ്പോൾ ചിലർക്ക് തോന്നുന്നത് പിണറായിയുടെ കുടുംബത്തേക്ക് ഒരു ബന്ധം നടത്തുന്നത്. അങ്ങനെ ആയി കുടുങ്ങിയാൽ നമ്മളും കഴിച്ചില്ല. ഏതുപോലെ ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് എന്നോട് ടീച്ചർ ചോദിച്ചു, എന്താവാനാണ് ആഗ്രഹം വലുതായാൽ? മാഷാവാനാണ്. ഇരിക്കവിടെ. മനോജ് പറയണം, നിനക്ക് എന്താവാൻ ആഗ്രഹം? മനോജ് പറഞ്ഞു, ഡോക്ടർ ആവാനാ പുതിയ. അവിടെ ഇരിക്കുക. അബൂബക്കറിന് എന്താണ് ആഗ്രഹം? അബൂബക്കർ പറഞ്ഞു, എനിക്ക് എഞ്ചിനീയർ ആവാനാണ് ടീച്ചറെ പൂതിയായിരുന്നു. അബൂബക്കറിന്റെ ആഗ്രഹം അതാണല്ലേ. ശശി തന്റെ മോനെ നിനക്കെന്താവാൻ ആഗ്രഹം? ശശി പറഞ്ഞു, എനിക്കതൊന്നും ആവണ്ട, പിന്നെ ഡോക്ടറും എഞ്ചിനീയർ ഒന്നും. എനിക്ക് കാറും ബംഗ്ലാവും റിസോർട്ടൊക്കെ ഉള്ള നല്ലൊരു മുതലാളിയാവാനാണ് ആഗ്രഹം. ശശി സിറ്റോൺ ദയർ. ശ്രീകല തന്റെ മോളെ നിനക്ക് എന്താവാൻ ആഗ്രഹം? ശ്രീകല പറഞ്ഞു, ഇപ്പൊ ഇരുന്ന ശശിയുടെ ഭാര്യയാവാനാണ് ആഗ്രഹം എന്നാണ്. അതന്നെ ഓൻ്റെ ഒപ്പം കൂടിയപ്പോഴും കഴിച്ചിലാകുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പിണറായിക്കല്ല സുഖം, മറ്റവർക്കൊക്കെ ദുരിതം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷവർമ്മയുടെ കമ്പി, ഈ വേവും ചൂടും കൊള്ളൽ ബാക്കി. പിന്നെ എന്തെങ്കിലും ഈ ചെറുനാരങ്ങം വന്ന് ഒറ്റുന്ന കുളിരല്ലാതെ ഒരു നനവ് അതിനുമില്ല. ഞമ്മക്ക് കേസും കുലുമാലും. എന്നാൽ കരിപ്പൂർ എയർപോർട്ട് അടിച്ചു തകർത്ത കേസിലൊരു പേരുണ്ട്, മുഹമ്മദ് റിയാസ്. അയാൾ ഇപ്പോൾ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയാണ്. ആ കേസുള്ള ആളെ കോഴിക്കോട് എയർപോർട്ട് അടിച്ചു തകർത്ത കേസിലെ 1-ാം പ്രതിയായ മിസ്റ്റർ മുഹമ്മദ് റിയാസിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കണം. ആര്? ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രി? അമ്മോശൻ. ആരാണ് പിടികിട്ടാപ്പുള്ളി? മരുവന്. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കണം. ആ പെമ്പർന്നോളെടുത്തേക്ക് ഒരു പിടിക്കോയിക്കുട്ടിനെ അർത്താൽ നേരെ പുതപ്പിൻ്റെ ഒട്ടുന്ന് പിടിച്ചാൽ കിട്ടണം മുതലല്ലേ ഈ പിടികിട്ടാപ്പുള്ളി. അതുകൊണ്ട് ഈ കാട്ടുകള്ളന്മാരെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിലം പരിശാക്കണം. അതിനുവേണ്ടി ഇപ്പൊ ഇവിടൊക്കെ കഴിഞ്ഞ തവണ തുച്ഛം വോട്ടിനാണ് നഷ്ടപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നു.
ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയും. പടച്ചറപ്പ് നമ്മൾ മാത്രം അറിയുന്ന ഏർപ്പാടായി വോട്ട്. നിങ്ങൾ ജാഥക്ക് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ പരിപാടിക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വോട്ടിന്റെ അന്ന് നിങ്ങളെ കൈ പാളരുത്. ഈ കടലാസിൽ ഒരു തെറ്റു പറ്റിയാൽ അത് പെണ്ണ് കൊണ്ട് തിരുത്താം. അയൽവാസിയുമായി നിങ്ങളൊരു തെറ്റിലായാൽ നാളെ പോയി മസ്ലഹത്താകാം. വോട്ടിലൊരു തെറ്റു പറ്റിയാൽ 5 കൊല്ലം കാത്തിക്കണം. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് തിരുത്തലിനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് യു ഡി എഫ്.